ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ധോനി ബേബിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടോ, അമ്മയാണ് ഉറക്കിയത്. അപ്പം ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ്റെ പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. അപ്പം എല്ലാം ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവോള അങ്ങനെയുള്ളതൊക്കെ അരിയണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ ഇതാ മക്കളെ, ഇതാ സവോളയും തക്കാളിയൊക്കെ അതാ വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കൊത്തി അരിയണം ഇനി അടുപ്പത്ത് കയറ്റണമെങ്കിൽ. ചിക്കനൊക്കെ അതാ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് ചോറ് ഇതാ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അതിതാ വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം രാവിലെ ഇതാ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, അത് വാർത്തൊക്കെ വെച്ചിരിക്കണു. അപ്പോൾ 10-12 മണിയൊക്കെ ആവാറായപ്പോഴാണ് ചെറിയ അനിയത്തി വിളിച്ചിട്ട് അമ്മേനോട് പറഞ്ഞത്, അമ്മ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട്, കുറേ ദിവസമായില്ലേ വന്നിട്ട്, അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞു. അപ്പം ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പം എന്നാൽ കുട്ടീനെയും കൂട്ടിയിട്ട് അവൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിളിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇതാ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്നാൽ അതും റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുനുകുനാ അരിയണമല്ലോ, എന്നാലല്ലേ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അമ്മ അതാ ധോനി ബേബീനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയിരിക്കുന്നു കേട്ടോ. അവൾക്കിപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട്, പനിയും തൊണ്ട ഈ കഫക്കെട്ടൊക്കെ. അവൾക്ക് ഈ കഫക്കെട്ട് കാരണമായിരുന്നു അവൾക്ക് കുറച്ച് വാശിയൊക്കെ കേട്ടോ. അപ്പോൾ അവളിതാ വാശിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഫക്കെട്ടും നല്ല കുറവുണ്ട്. ഈ പനിക്കൂർക്കടയില എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ അത് വാട്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ നീര് കൊടുക്കുന്നുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഈ നമ്മുടെ തുളസിയുടെ ഇലയും അതേപോലെ തന്നെ ഈ പനിക്കൂർക്കട ഇലയും കൂടി ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ അവൾക്ക് കൊടുക്കണത്. അതുകൊണ്ട് ഇപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് അവൾക്ക്. നെഞ്ചിൽ ഇങ്ങനെ കഫക്കെട്ടൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ സമയത്താണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയത് കേട്ടോ. അപ്പോൾ അമ്മ അതാ ഇനി മോരും കുറച്ച് കാച്ചാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ അതാ മോര് കാച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെളുത്തുള്ളി അരിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇതാ സവോളയൊക്കെ വഴറ്റിയെടുത്തു, തക്കാളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞത് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം ആ സമയത്താണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ടത് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഞാൻ കുറച്ച് ഇവിടെ നിന്ന് നമ്മൾ റെഡിമെയ്ഡ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പേസ്റ്റ്. അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് അപ്പം തന്നെ റെഡിയാക്കിയതും ആഡ് ചെയ്തു കേട്ടോ. അപ്പം ഇനി അല്ലെങ്കിൽ അത് നാശമായി പോവില്ലേ. ആ സമയത്താണ് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇന്ന് നല്ല അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന്. അപ്പം ഇന്ന് മഴ കുറവുണ്ട്, മഴയൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ന് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് രാവിലെ തന്നെ കുറച്ച് അലക്കിയിട്ട് കേട്ടോ. ബാക്കി അലക്കിയിട്ട സമയം കൊണ്ടാണ് ചിക്കൻ മേടിച്ചത്. പിന്നെ ആ ചിക്കൻ്റെ പുറകെ നിന്നാൽ പിന്നെ സമയം കിട്ടില്ലല്ലോ നമുക്ക് ഒന്നിനും. അപ്പം കുറച്ച് അലക്കിയിട്ടു. ഇനി ഇതെല്ലാം ഒന്ന് ആയിട്ട് വേണം ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് അലക്കിയിടാൻ കേട്ടോ. അപ്പോൾ അതാ ഞാനിതാ കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വേഗം വന്നു. ആ സമയത്ത് ഇതാ അടുപ്പത്തിരുന്ന മസാലയൊക്കെ അമ്മ അതാ 1, 2, 3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി ബാക്കിയെല്ലാം റെഡിയാക്കി. ഞാൻ പിന്നെ അതാ കറിവേപ്പിലൊക്കെ ഒന്ന് വേഗം കഴുകി റെഡിയാക്കി വേഗം ചിക്കനിൽ 2-3 എണ്ണം കോഞ്ചിലിങ്ങനെ വാരിയിട്ടു കേട്ടോ. ആ സമയത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളക് ഒരു 1-2 കീറിയിടണം എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റേ ഉള്ളിയുടെ കൂടെ നമ്മൾ സവോള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അത് നല്ല വെന്ത് നമ്മൾ മസാലകളൊക്കെ മൂത്ത് എല്ലാം റെഡിയായി വരുമ്പോഴത്തേനും പച്ചമുളക് പേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാനെന്ത് ചെയ്തു, എന്നാൽ ലാസ്റ്റ് കുറച്ച് തക്കാളിയും മസാലകൾ പൊടികളൊക്കെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അത് ഇടാലോ, പച്ചമുളക് ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പച്ചമുളക് ഞാൻ അവിടെ 2 മാറ്റി വെച്ചു കേട്ടോ. ലാസ്റ്റാണ് പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തത്. അപ്പം ഇനി പൊടികളൊന്ന് ചേർക്കണം, അപ്പോഴത്തേനും ഈ തക്കാളി ഒന്ന് നല്ല വഴണ്ടി വരണല്ലോ. പിന്നെ ഇന്ന് ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പൗഡറൊക്കെ മേടിക്കില്ല, ആ സാധനം ഇല്ല കേട്ടോ, ഒന്ന് വീട്ടിൽ കുറവായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗരം മസാല ഉണ്ടായിരുന്നു, ഗരം മസാല അത് റെഡിമെയ്ഡ് വാങ്ങി തന്നെയായിരുന്നു കേട്ടോ. പൊടി പച്ച ഉണ്ടായിരുന്നു പൊടിക്കാനുള്ളതൊക്കെ. അപ്പം അത് ഞാൻ പൊടിച്ചൊന്നുമില്ല, പൊടിക്കണമെങ്കിൽ കുറച്ച് ഇനി അത് ചൂടാറി അത് പൊടിച്ചൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പൊടി ഗരം മസാലയുടെ പൊടി നമ്മൾ റെഡിമെയ്ഡ് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇടാന്നൊക്കെ വിചാരിച്ചു. അത് ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ കിട്ടും. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമ്മൾ ഗരം മസാല വെച്ചിട്ടും ചിക്കൻ വെക്കാല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ചിക്കൻ മസാലേനേക്കാളും കൂടുതൽ ഗരം മസാല ഇട്ട് വെക്കുമ്പോഴാണ് ചിക്കൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ് എനിക്കും തന്നെ കൂടുതൽ ഇഷ്ടം. അപ്പം ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് മസാലയൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാ മസാലകളും അത്യാവശ്യം ഇട്ട്, എരിവാണെങ്കിലും ശരി എല്ലാം ഞാൻ എത്രയാണോ എൻ്റെ ഭാഗം എങ്ങനെയാണോ അതിനനുസരിച്ചൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. ആര് കൂട്ടും ആര് കൂട്ടില്ലേന്നൊന്നും ഇല്ല കേട്ടോ.
ഞാൻ എൻ്റെതായ ഒരു അളവിന് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് വെക്കാറാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുള്ള കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എന്താ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണല്ലോ, എല്ലാം നമ്മൾ തരണം ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം തരണം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ അതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ നിങ്ങളോടല്ലേ എല്ലാം ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ മസാലയൊക്കെ മൂത്ത് വരുന്നുള്ളൂ. അപ്പോഴത്തേന് ഇതാ നമ്മുടെ കുഞ്ഞാവ് എത്തിയിരിക്കണു കേട്ടോ, ചെറിയ അനിയത്തി വന്നിരിക്കണു. ആ സമയം അമ്മ വേഗം പോയി കുഞ്ഞാവനെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ തറവാട്ടത്തെ മേമി ഓടി വന്നു, കുട്ടി വന്നു പറഞ്ഞിട്ടേ. അപ്പോൾ അവളിതാ എല്ലാവരെയും കൂടി കണ്ടിട്ട്, അവൾ കുറേ ദിവസമായാലും പോയിട്ട്, അപ്പോൾ വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ അവൾ അന്താളിച്ചിങ്ങനെ നോക്കുകയാണ് കുഞ്ഞാവ. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇതാ റെഡിയായി വന്നു കേട്ടോ. പച്ചമുളക് ഞാൻ ലാസ്റ്റ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി പൗഡറുകൾ ഇടണം, ഇനി മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പം ഞാൻ ചിക്കൻ മസാല കൂട്ടി വെക്കുമ്പോഴത്തേനെ കുറച്ച് നാരങ്ങ, വീട്ടിലുണ്ടായ നാരങ്ങ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ നാരങ്ങയ്ക്ക് കുറച്ച് നീരൊക്കെ ഒഴിച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ലൊരു മയം ഉണ്ടാവും കഴിക്കുമ്പോഴേ, വെന്ത് വരുമ്പോൾ നല്ലൊരു മയം ഉണ്ടാവും ചിക്കന്. അപ്പോൾ അങ്ങനെ മുളക് പൊടിയൊക്കെ ഇടുക കേട്ടോ, 2 ടേബിൾ സ്പൂണൊക്കെ എന്നൊക്കെ പറയും. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് നമ്മുടേതായ ഒരു കൈയളവുണ്ട്. അങ്ങനെ ചിലപ്പോൾ 2 ഇടും, ചിലപ്പോൾ 2 കൂടുതലിടും, ചിലപ്പോൾ 2 കുറയും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ മല്ലിപ്പൊടി ഇടുക കേട്ടോ. മല്ലിപ്പൊടിക്കാണെങ്കിലും മല്ലിപ്പൊടിയുടെ ഒരു സ്പൂൺ എന്താ പറയുക, ഒരു നല്ല കുണ്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ്. അപ്പോൾ അത് കോരിയിട്ട് ഇട്ടിട്ടാണെങ്കിൽ വീഴുന്നില്ല ശരിക്കും കേട്ടോ. കുറച്ചൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് പൂവൊക്കെ ചെയ്തിരിക്കുന്നു കുറേശ്ശെ കേട്ടോ. നിങ്ങളാരെങ്കിലും കണ്ടോ? അപ്പോൾ ഇനി അതിന് ശേഷം വേണം ഇനി മഞ്ഞപ്പൊടി ഇടണം, നമ്മുടെ ഗരം മസാല ഇടണം, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ നമ്മുടെ അമ്മായിമാരെയൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ അന്വേഷണം പറയാ. പനിയൊക്കെ പിടിച്ചിട്ട് ആകെ ഒരുമാതിരി ആയിരുന്നു കേട്ടോ. സൗണ്ടൊക്കെ ഒന്ന് ശരിയായി ഒന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ശരിയായി വന്നിട്ട് വേണം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തും ചെയ്യും. അപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കുറവുണ്ട്. നമ്മൾ ഈ ധനുവായ്ക്ക് കൊടുക്കണം, അതേപോലെ തന്നെ നമ്മൾ ആ പനിക്കൂർക്കടയും തുളസിയുടെയൊക്കെ ഇട്ട തിളപ്പിച്ചാറിയ വെള്ളമാട്ടോ കുടിക്കണത്. അത് നല്ലൊരു ആശ്വാസമാട്ടോ. നമുക്ക് നല്ല എന്താ പറയുക, നല്ലൊരു ഉന്മേഷമാണ്. കഫക്കെട്ടൊക്കെ നല്ല അഴിഞ്ഞ് നമുക്കൊരു നെഞ്ചിൽ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് ആ വെള്ളം കുടിക്കുമ്പോഴേ. ഒരു വെള്ളം ചൂടോടുകൂടി കുടിക്കണം. അപ്പോൾ നല്ലൊരു മരുന്നാണ് നമുക്ക്, വേറെ എന്ത് മരുന്നിനേക്കാളും നല്ലൊരു മരുന്നാട്ടോ. അപ്പം അതല്ലേ പച്ചമരുന്ന് പറയണത് അങ്ങനെയാണല്ലോ, നമുക്ക് അത് ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മസാലയൊക്കെ റെഡിയായി വന്നു. നോക്കുമ്പോഴാട്ടോ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാനൊരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും കറി വെക്കുമ്പോൾ, മീൻ കറി വെക്കുകയാണെങ്കിലും ചിക്കൻ കറി വെക്കുകയാണെങ്കിലും ബീഫ് കറി വെക്കുമ്പോഴൊക്കെ എനിക്ക് എന്താണെന്ന് പറയുക, കുറച്ചധികം എണ്ണ വേണം. അന്ന് മസാലകളൊക്കെ ആ എണ്ണയിലൊക്കെ ഇട്ട് നല്ല മുരണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എന്നിട്ട് വേണം നമുക്ക് ചിക്കനായാലും ബീഫാണെങ്കിലും ഒക്കെ ഇടാനൊക്കെ. അപ്പം എന്താണെന്നറിയോ, പിന്നെ നല്ല കറിയൊക്കെ നല്ല വെന്ത് നല്ല പരുവായി വരുന്ന സമയത്ത് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ്, മുളകൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ എണ്ണയുടെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ എന്താന്നില്ലാത്ത, ഇനിയിപ്പോൾ കറി ചിലപ്പോൾ രസമില്ലെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാനൊരു തോന്നലുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ചധികം എണ്ണ വേണം എനിക്ക്. എന്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ അധികം ഒഴിക്കണം. അപ്പം ഞാൻ കുറച്ച് എരിവ് കുറച്ച് അത്യാവശ്യം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പം മുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ ഞാൻ ലാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കില്ലേ, ആ സമയത്താട്ടോ ഞാൻ ആഡ് ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് കുറച്ച് മസാല പുരട്ടി വെച്ചത് കേട്ടോ. ഉപ്പൊക്കെ പുരട്ടിയിട്ടാണ് മസാല പുരട്ടി വെച്ചത്. അപ്പം എന്നാൽ കുറച്ച് ഞാൻ പറഞ്ഞ നേരത്തെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അതെല്ലാം കൂടി ഇതാ മസാലയ്ക്ക് കൊട്ടി തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊന്ന് തിളച്ചതായി വരണം. അപ്പം ആ സമയം കൊണ്ട് ഇതാ നാരങ്ങ വെള്ളമൊക്കെ കലക്കി ഉപ്പിട്ടിട്ട് ഇതാ അനിയത്തി ഏട്ടനും, അപ്പോഴത്തെ രാജേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. ആ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്താണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പം ഏട്ടൻ പറയുകയും ചെയ്തു, ഇവര് വരുന്ന കാര്യം എനിക്ക് കമ്പി അടിച്ചില്ലല്ലോ എന്ന്. ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ, വിട്ടുപോയി ഏട്ടൻ. അപ്പം ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ
കുറച്ച് മുന്നേ ഇവർ വരുന്നതിന് മുന്നേ വിളിക്കുന്നതിന് മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെ ചിക്കൻ കറിയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നാൽ ശരി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാജേട്ടനും എത്തി അവർ വന്ന സമയത്ത് കിട്ടും. അവരൊരു ഉച്ച 12-12:45 ആയപ്പോഴത്തേനും അവരെത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതാ അവർ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സംസാരിച്ച് കുട്ടികളൊക്കെ കളിപ്പിച്ച് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഇനി ആയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് കുരുമുളകൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ വെന്ത് വരുന്നുണ്ട് ചിക്കൻ കറി കേട്ടോ. അപ്പോൾ കുറച്ച് സോയാ സോസ് ഉണ്ടായിരുന്നു, അപ്പം ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അതില്ല, അത് കഴിഞ്ഞു പോയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു, കുരുമുളക് ഇട്ടതിൻ്റെ കൂടെ സോയാ സോസും കൂടി ഒഴിച്ചു. ഒന്നും കൂടി ഒരു കറിക്കൊരു മണോ അതേപോലെ തന്നെ ഇത് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ. പരന്ന കയ്യിലായതുകൊണ്ട് തോന്നുമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇത് തോനെയാണെന്ന്. ഞാനൊരു 1.5 ടീസ്പൂണൊക്കെയാണ് ഒഴിച്ചുള്ളൂ കേട്ടോ, തോനെയൊന്നുമില്ല. അത് പരന്ന കയ്യിലായതുകൊണ്ട് അതിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ പരന്നു പോകും. അപ്പോൾ തോനുണ്ട് എന്ന് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അനിയത്തി ഇന്ന് വൈകുന്നേരം തന്നെ കൂട്ടും. അവൾ ഇനി കുട്ടിക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവൾ എന്തായാലും രാത്രി എന്തായാലും നിൽക്കാനുണ്ടാവില്ല. അതേപോലെ ഇളയച്ചന് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ, അപ്പോൾ രാവിലെ പണിക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഭക്ഷണം കൊണ്ടുപോകാനൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അവർ തെങ്കര, മണ്ണാർക്കാട് തെങ്കര പറയുന്ന സ്ഥലത്താട്ടോ അവർ താമസിക്കുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് അവന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുക അറിയണ ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി എന്തായാലും ഇനി 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ അവരും കൂടി തന്നെ വരും. പോളിയോ ഉണ്ട് കുഞ്ഞാവയ്ക്ക്, അനിയത്തിയുടെ മോൾക്ക് പോളിയോ എടുക്കാനുണ്ട്. അപ്പോൾ അവർ വരും. അപ്പോൾ ഈ സമയം കൊണ്ട് ധോനി ബേബി ഉറങ്ങായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇവരെ വന്ന ബഹളമൊക്കെ ആയിട്ട് ധോനി ബേബി എണീറ്റ് കിട്ടോ. ധോനി ബേബി എണീറ്റ് രണ്ടാളെയും കൂടി കളിപ്പിച്ചുകൊണ്ട് കിടക്കട്ടോ അമ്മ. ഒരാൾ കിടക്കുന്നുണ്ട്, ഒരാൾ അമ്മയുടെ മടിയിലും ഉണ്ട്. അപ്പം അങ്ങനെ ഇതാ ചിക്കൻ കറിയായി, ചോറൊക്കെ വിളമ്പി എല്ലാം റെഡിയാക്കി വെച്ചു. ഏട്ടൻ വിശക്കണു പറഞ്ഞിട്ടാട്ടോ വന്നത്. പിന്നെ കറി ആയിട്ടില്ല, അടുപ്പത്താന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ വെയിറ്റ് ചെയ്യായിരുന്നു. പാട്ടൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇളയച്ചനും ഉണ്ട്. അപ്പം അങ്ങനെ രണ്ടാളെയും കൂടി ചോറുണ്ണാനൊക്കെ വിളിച്ചു. ഭക്ഷണം കൊടുക്കണമല്ലോ ഇനി അവർക്ക്. അപ്പോൾ അനിയത്തി വരുമ്പോൾ തന്നെ അവരിന്ന് രാവിലെ നേരത്തെ പോയിട്ട് മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്ര. അപ്പം അവർ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അവള് വരുമ്പോൾ എന്ത് ചെയ്തു, അവന്ന് കുറച്ച് കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നതും കൂടി ആഡ് ചെയ്തു. പിന്നെ ഞാൻ മോര് താളിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അമ്മ മോര് താളിച്ചു, ഗ്യാസിലാട്ടോ അത് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ മോര് താളിച്ചതും മട്ടൻ്റെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അതേപോലെ മട്ടൻ കറി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചിക്കൻ കറിയും എല്ലാവരുടെയും കൂട്ടിയിട്ട് രാജേട്ടനും ഇളയച്ചനും എല്ലാവരും കൂടിയിട്ട്, 2 പേരുടെ പേര് രാജേഷ് തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പറയുമ്പോൾ രാജേഷ് അല്ലെങ്കിൽ രാജേഷ് ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ മാറിപ്പോളൂ പറഞ്ഞിട്ടോ ഇളയച്ചെന്ന് പറയണത്. അപ്പോൾ രണ്ടാളും കൂടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് ഞാനും അമ്മയും പിന്നെ കുട്ടികളെയും പിടിക്കണമല്ലോ. അപ്പോൾ ഇവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം രണ്ടാളുടെ കയ്യിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞാനും അമ്മയും ചെറിയ അനിയത്തിയും കൂടി ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പം അതിനിടയിൽ ചെറിയ ആൾക്കൊന്ന് ഫീഡ് ചെയ്തിട്ട് കൊണ്ടുവന്നു കേട്ടോ അനിയത്തി. ആ സമയം കൊണ്ട് ഏട്ടന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതാ ധോനി ബേബീനെ അമ്മ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റോളെ ചെറിയ അനിയത്തി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാ അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ 2 പേരും കൂടി. ആ സമയത്ത് ഞാനും അനിയത്തി അമ്മയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, ഇനി വരുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും ഒരുപാടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച്